പറയുന്നത്. അല്ല, അപ്പം മുൻ സർക്കാർ ഒരു തീരുമാനം അത് നടപ്പിലാക്കിയില്ലല്ലോ. അപ്പം ജനങ്ങൾ പല കാര്യങ്ങളിലാണല്ലോ ജനപിന്തുണ കൊടുത്ത് ഇവരെ അധികാരത്തിലേറ്റിയത്. അരിയുടെയും പാലിൻ്റെയും വില കൂട്ടി. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ധൃതി പിടിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന് അതിന് നികുതി കുറച്ച് വ്യാപകമാക്കുകയാണ്. ഒരു പക്ഷേ ഒരു 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 സ്ഥലത്ത് നമ്മൾ കാണുന്നു, നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഡ്രഗ്സിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുണ്ട്. അതിന് വിപരീതമായല്ലേ മറ്റൊരു ചടങ്ങ് ഇവിടെ നടക്കുന്ന ഒരു നയം നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഉള്ള ഒരു കാര്യം പറഞ്ഞാൽ ഈ അടുത്ത 3 മാസക്കാലത്തേക്ക് ഇന്നലെയും ഡ്രഗ്സിന് എതിരെയുള്ള ഒരു ക്യാമ്പയിൻ, 3 മാസത്തെ ക്യാമ്പയിൻ ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാന തലത്തിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഘട്ടത്തിലാണ് അതിന് വിപരീതമായ ഒരു നയവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നതാണ്. ഈ യുവാക്കളെയൊക്കെ കാർന്നു തിന്നുന്ന ഈ ഡ്രഗ്സും അതോടൊപ്പം മദ്യവും അവർക്ക് തുറന്നു കൊടുക്കുമ്പോൾ അവരെയൊക്കെ റെഡി ടു കിൽ എന്നുള്ള ഒരു നയമായിട്ടല്ല ഇതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ട് ഏതെങ്കിലും ഇങ്ങനെയുള്ള ഓപ്പറേഷൻ അട്ടിമറിക്കാനാണോ എന്താണോ എന്നുള്ളത് നമ്മളെടുത്ത് പരിശോധിക്കേണ്ടതാണ്. രാഷ്ട്രീയ തീരുമാനമാണെന്നാണ് പറയുന്നത്. അതായത് UDF ആണ്, ഒരു രാഷ്ട്രീയ നയമുണ്ട്. അപ്പോൾ UDF തീരുമാനം എടുക്കുക. അതുകൊണ്ടാണ് UDF വിട്ടിരിക്കുന്നത്. അല്ല, അത് ഇപ്പോൾ ഇത് പ്രത്യക്ഷമായി പുറത്തേക്ക് വന്നപ്പോഴല്ലേ, പ്രത്യക്ഷമായി പുറത്തേക്ക് വരുമ്പോഴല്ലേ നമ്മൾ കാണുന്ന ചില വികസന പദ്ധതികൾ, ചില നയങ്ങൾ രൂപീകരിച്ച് അത് ഇന്ദിരാ ഗ്യാരണ്ടി ആയിരുന്നു എന്ന് ഉള്ളത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് ഇപ്പോൾ മോദി അദാനി ഗ്യാരണ്ടിയായി കേരള സംസ്ഥാനം മാറുന്നു എന്നുള്ളതിൽ ചുരുക്കത്തിൽ പറയാൻ കഴിയൂ. അത് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഫയലൊക്കെ നീങ്ങിയത് വളരെ വേഗതയിലാണ്. വളരെ വേഗതയിലാണ് ഇതിന്റെ ഫയൽ, മദ്യത്തിന്റെ ഫയലുകൾ നീങ്ങിയത്. അപ്പൊ അതിലൊക്കെ ഒരു ശരിക്കും ഒരു സംശയം ഉണ്ടാക്കുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ പെട്രോൾ ഡീസലിൻ്റെ വില കൂടുമ്പോൾ അതിന് ലഭിക്കുന്ന അധിക വരുമാനം അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, പഠിക്കട്ടെ എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇത് അതിവേഗത്തിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണെന്നുള്ളത് എടുത്ത് പരിശോധിക്കണം. മദ്യവിരുദ്ധ സമിതികളൊക്കെ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതായത് ചെറിയ വീര്യം കുറഞ്ഞതാണെന്ന് പറയുമ്പോഴും അത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ ആ നിലപാടിൽ തന്നെയാണോ LDF നിൽക്കുന്നത്? അതിന് സംശയമൊന്നുമില്ലല്ലോ. ഇത് ഈ പറയുന്ന നമ്മൾ ഡ്രഗ്സിൻ്റെ കാര്യത്തിലും മദ്യത്തിൻ്റെ കാര്യത്തിലും ഇത് നമ്മുടെ സമൂഹത്തിൽ ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ, മദ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചത് ഇതൊക്കെ സാധാരണക്കാരല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിലേക്ക് അവരൊരു അടിമയായി മാറിക്കഴിഞ്ഞാൽ ഒരു മേഴ്സി കില്ലിങ് പോലെയാണ്. പതുക്കെ ഇവരെയൊക്കെ കാർന്നു നിന്നുകൊണ്ടിരിക്കും. അത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. ഇത് ഈ നയം എന്തുകൊണ്ട് അങ്ങനെ പോയി ചിന്തിച്ചു എന്നുള്ളത് പരിശോധിക്കണം. PM ശ്രീയിൽ ഒരു നിലപാട് നേരത്തെ പറഞ്ഞിരുന്നു. PM ശ്രീയിൽ ഇപ്പോൾ കഴിഞ്ഞ സർക്കാരാണ് ഇത് സംബന്ധിച്ചൊരു കത്ത് കൊടുത്തു. അതായത് ഒപ്പിട്ടെങ്കിൽ പോലും കത്ത് കൊടുത്തു. നിലവിലെ സർക്കാർ എന്തിനാണ് ടെക്നിക്കൽ കാര്യങ്ങൾ പറയുന്നത്? എന്തിനാ ടെക്നിക്കലായിട്ട് ഒരു വില്ലുണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് വെക്കാമല്ലോ. അത് സർക്കാരിനുള്ള അധികാരമുണ്ടല്ലോ. പിന്നെ പല കാരണങ്ങൾ പറഞ്ഞത് അങ്ങനെയായിരുന്നു, പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു, എന്തിനാ പറയുന്നത്? ഒളിച്ചോട്ടമല്ലേ. തീരുമാനമെടുക്കട്ടെ. കൃത്യമായി പ്രതിപക്ഷത്ത് ഇവരിരുന്ന് കഴിഞ്ഞപ്പോൾ കൃത്യമായി ഞങ്ങൾ കൊണ്ടിരില്ല, മദ്യത്തിൻ്റെ കാര്യത്തിലും PM ശ്രീയുടെ കാര്യത്തിലും ഞങ്ങൾ ചെയ്യില്ല, ഒപ്പുവെക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒഴിമുറി പറയല്ലേ. ഈ ദേശാഭിമാനിയുടെ മുഖപത്രത്തിലെ ഇന്നൊരു കുറിപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ബാർക്കോഴയേക്കാൾ വലിയ ഒരു അഴിമതിയാണ് ഈ മദ്യനയത്തിൽ ഉണ്ടായിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ വീണ്ടും ഈ ബാർക്കോഴ വീണ്ടും ദേശാഭിമാനി പത്രം എഴുതി കൊണ്ടുവരുന്നത് ഞാനത് ശ്രദ്ധിച്ചില്ല. എന്തായാലും ഈ നയം തെറ്റാണ്. ഒരു കാര്യം കൂടി, കസ്തൂരംഗൻ റിപ്പോർട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ആശങ്ക സംസ്ഥാനത്താകെ നിൽക്കും, മലയോര മേഖലയോടൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ കേരളത്തെ ഒഴിവാക്കിക്കൊണ്ട് കസ്തൂരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കാനൊക്കെ വിജ്ഞാപനം ഇറക്കാൻ പോവുകയാണ്, കേരളത്തെ ഒഴിവാക്കിക്കൊണ്ട് വിജ്ഞാപനം ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊരു ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചുള്ള. കസ്തൂരംഗൻ എന്നുള്ളതിനപ്പുറം ബഫർ സോണുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ഏറ്റവും കൂടുതലുമായി ഇടപെട്ടതും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതും ഇതുമായി ബന്ധപ്പെട്ട എംപവർ കമ്മിറ്റിയുടെ മുമ്പിൽ റിപ്പോർട്ട് കൊടുത്തതും കേരള കോൺഗ്രസ് പാർട്ടി, ഞാൻ തന്നെ നേരിട്ട് ബഹുമാന തോമസ് ചാഴിയാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായി കേരളത്തിൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് അതിൻ്റെ ഇൻവെൻറ്ററി എടുത്ത് ഇതിനോട് വനത്തിനോട് ചേർന്ന് കിടക്കുന്നതെല്ലാം അവിടെ നമ്മൾ എംപവർ കമ്മിറ്റിയെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് വിപരീതമായി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സർക്കാർ അത് ഗൗരവത്തോടുകൂടി കണ്ട് നമുക്ക്. കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാതെ ഈ കേരളത്തെ ഒഴിവാക്കി വിജ്ഞാപനം ഇറക്കാൻ പോകുന്ന ശരിക്കും പറഞ്ഞാൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെ കാണേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായി എന്തിനാണ് ബഫർ സോണിൻ്റെ ആവശ്യമില്ല, ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ വനമുണ്ട്, വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരുന്നു. ഈ സാഹചര്യത്തിൽ തീർച്ചയായും ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.